Question number 8. Molecule P on treatment with acid undergoes rearrangement and gives Q. Q on ozonolysis followed by reflux under alkaline condition gives R. The structure of R given below. R ന്റെ സ്ട്രക്ചർ തന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു സ്ട്രക്ചർ കിട്ടണമെങ്കിൽ ഓപ്ഷൻ 1 ഓപ്ഷൻ 3 നമുക്കത് കിട്ടില്ല. നമുക്ക് ഓപ്ഷൻ 2 ഒന്ന് ചെയ്തു നോക്കാം. ഓപ്ഷൻ 2. ഒരു ആൽക്കഹോൾ ആണ് അല്ലെ, സൈക്ലോപെന്റേൻ റിംഗ് ഉൾപ്പെടുന്ന ഒരു ആൽക്കഹോൾ ആണ്. ആസിഡ് മീഡിയം ആണ്. സോ വാട്ടർ എലിമിനേറ്റ് ചെയ്യും. വാട്ടർ എലിമിനേറ്റ് ചെയ്താൽ കാർബോകാറ്റയോൺ ഫോർമേഷൻ നടക്കും. ശരിയല്ലേ? ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ടാകും. ഓക്കെ, ഹൈഡ്രൈഡ് ഷിഫ്റ്റ് നടക്കും. ഹൈഡ്രൈഡ് ഷിഫ്റ്റ് നടന്നു കഴിഞ്ഞാൽ കാർബോകാറ്റയോൺ റീഅറേഞ്ച്മെന്റ് നടക്കും. കാർബോകാറ്റയോൺ റീഅറേഞ്ച്മെന്റ്. ഈ കാർബോകാറ്റയോണിലേക്കാണ് കാർബോകാറ്റയോൺ റീഅറേഞ്ച്മെന്റ് നടന്നാൽ നെക്സ്റ്റ് പോസിബിലിറ്റി എന്താ? ഇതാ റിംഗ് എക്സ്പാൻഷൻ നടക്കും. പെന്റഗണൽ റിംഗ് ഹെക്സഗണൽ റിംഗ് ആയിട്ട് മാറും. ഹെക്സഗണൽ റിംഗ് ആയിട്ട് മാറും. പെന്റഗണൽ റിംഗ് ഹെക്സഗണൽ റിംഗ് ആയിട്ട് മാറും മക്കളെ. പെന്റഗണൽ റിംഗ് ബിക്കംസ് ഹെക്സഗണൽ റിംഗ്. ഓക്കെ, ഹെക്സഗണൽ റിംഗ് ആയിട്ട് മാറും. എഗെയിൻ കാർബോകാറ്റയോൺ റീഅറേഞ്ച്മെന്റ് നടക്കും. മെത്തൈൽ ഷിഫ്റ്റ് നടക്കും. മെത്തൈൽ ഷിഫ്റ്റ് നടന്നു കഴിഞ്ഞാൽ കാർബോകാറ്റയോൺ റീഅറേഞ്ച്മെന്റ് വീണ്ടും നടക്കും. റെഡി? ഈ കാർബോകാറ്റയോണിൽ നിന്ന് ഡീപ്രോട്ടോണേഷൻ നടന്നു കഴിഞ്ഞാൽ ഇവിടെ ഡബിൾ ബോണ്ട് ക്രിയേറ്റഡ് ആകും. കാരണം ഇവിടെ നിന്നാണല്ലോ ഈ ആൽഫ ഹൈഡ്രജൻ നിന്നാണല്ലോ ഈ ആൽഫ കാർബണിൽ നിന്നാണല്ലോ എച്ച് പോവുക. അതെ, അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നത് ഇങ്ങനൊരു ആൽക്കീൻ ആയിരിക്കും അല്ലെ. ഇവിടെ ഡബിൾ ബോണ്ട് ക്രിയേറ്റഡ് ആയാൽ ഇങ്ങനെ ഒരു ആൽക്കീൻ ആയിട്ട് മാറും. ഇവനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓസോണോളിസിസ് നടത്തുന്നത് അല്ലെ, ഫോളോഡ് ബൈ ട്രീറ്റ്മെന്റ് വിത്ത് വാട്ടർ. ഓസോണോളിസിസ് ഫോളോഡ് ബൈ. സോ എന്തായിരിക്കും മക്കളെ സംഭവിക്കുക? ഓസോണോളിസിസ് നടന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനൊരു ഡൈക്കീറ്റോൺ ആയിരിക്കും. ഈ ഡൈക്കീറ്റോണിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആൽക്കലൈൻ മീഡിയത്തിൽ ട്രീറ്റ് ചെയ്യുന്നത്. ആൽക്കലൈൻ മീഡിയത്തിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻട്രാമോളിക്കുലർ അൾഡോൾ കണ്ടൻസേഷൻ നടക്കും. ഇൻട്രാമോളിക്കുലർ അൾഡോൾ കണ്ടൻസേഷൻ നടന്നു കഴിഞ്ഞാൽ ഇവിടേക്കായിരിക്കും അറ്റാക്ക് നടക്കുക. എഗെയിൻ റിംഗ് എന്തായിട്ട് മാറും? പെന്റഗണൽ റിംഗ് ആയിട്ട് മാറും. ഇവിടെ മെത്തൈൽ ഗ്രൂപ്പ് ഉണ്ടാകും, ഇവിടെ OH ഉണ്ടാകും. മക്കളെ, ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഹീറ്റ് ചെയ്യുന്നുണ്ട്. ഒരു മോളിക്യൂൾ വാട്ടർ എലിമിനേറ്റ് ചെയ്യുകയും ഇതെന്തായിട്ട് മാറും? ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് മാറുകയും ചെയ്യും. ഇവിടെ ഡബിൾ ബോണ്ട് ക്രിയേറ്റഡ് ആകും. ഇവിടെ CH3CO ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ മെത്തൈൽ ഗ്രൂപ്പ് ഉണ്ട്. ശരിയല്ലേ? അതായത് ഈ തന്നിരിക്കുന്ന പ്രൊഡക്റ്റ് ആണ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഓപ്ഷൻ 2 കറക്റ്റ് ആണ്. ഇതേ മെത്തേഡ് നമുക്ക് ഓപ്ഷൻ 4 കൂടി ഒന്ന് അപ്ലൈ ചെയ്താലോ? അപ്ലൈ ചെയ്യാം. ഓപ്ഷൻ 4 ഇതേ സംഗതി നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഓപ്ഷൻ 4 എന്ന് പറയുന്നത് ഇവനാണ്. ഓപ്ഷൻ 4 മക്കളെ ആസിഡ് മീഡിയം ആണ് അല്ലെ. മാർക്കോണിക്കോഫ് റൂൾ അനുസരിച്ച് H+ അഡീഷൻ നടക്കും, പ്രോട്ടോണേഷൻ നടക്കും. മക്കളെ എന്തായിരിക്കും കിട്ടുക? നിങ്ങൾക്ക് ഒരു കാർബോകാറ്റയോൺ അവിടെ ഫോം ചെയ്യും. ഒരു കാർബോകാറ്റയോൺ ഫോം ചെയ്യും അല്ലെ. കാർബോകാറ്റയോൺ ഫോം ചെയ്യും. ഫോം ചെയ്യുന്ന കാർബോകാറ്റയോൺ റിംഗ് എക്സ്പാൻഷൻ നടത്തും. ഓഫ് കോഴ്സ് റിംഗ് എക്സ്പാൻഷൻ നടത്തും. അപ്പൊ സൈക്ലോ ഹെക്സൈൻ റിംഗ് ആയിട്ട് മാറും. അത് ശരിയല്ലേ? ആണ്. ഫോം ചെയ്യുന്ന കാർബോകാറ്റയോൺ അൺസ്റ്റേബിൾ ആണ്. അതിനെ സ്റ്റേബിൾ ആക്കാൻ എന്ത് ചെയ്യണം? മെത്തൈൽ ഷിഫ്റ്റിലൂടെ നമുക്ക് അവനെ സ്റ്റേബിൾ ആക്കാം. സോ ഇതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന പുതിയ കാർബോകാറ്റയോൺ. ആ കാർബോകാറ്റയോണിൽ നിന്ന് H+ റിമൂവൽ നടന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നായിരിക്കും H+ റിമൂവൽ നടക്കുക. ഇവിടെ ഡബിൾ ബോണ്ട് ക്രിയേറ്റഡ് ആകും. ഇതൊരു സൈക്ലോ ആൽക്കീൻ ആയിട്ട് മാറും. സൈക്ലോ ആൽക്കീൻ ആയിട്ട് മാറും അല്ലെ. ഈ സൈക്ലോ ആൽക്കീനെയാണ് നമ്മൾ ഓസോണോളിസിസ് നടത്തുന്നത്. റിഡക്റ്റീവ് ഓസോണോളിസിസ് നടത്തുന്നത് നമ്മൾ. റിഡക്റ്റീവ് ഓസോണോളിസിസ്. റിഡക്റ്റീവ് ഓസോണോളിസിസ് നടത്തി കഴിഞ്ഞാൽ എന്തായിരിക്കും മക്കളെ നിങ്ങൾക്ക് കിട്ടുക? റിഡക്റ്റീവ് ഓസോണോളിസിസ് നടത്തിയാൽ ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ അതേ സിറ്റുവേഷൻ ആണ് അല്ലെ. ഇവനെയാണ് നമ്മൾ ആൽക്കലൈൻ മീഡിയത്തിൽ എന്ത് ചെയ്യുന്നത്? ട്രീറ്റ് ചെയ്യുന്നത്. ഇൻട്രാമോളിക്കുലാർ
ആൾഡോൾ കണ്ടൻസേഷൻ നടന്ന് അറ്റാക്ക് ഇവിടേക്ക് നടക്കും. ശരിയല്ലേ? അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു പെന്റഗണൽ റിംഗ് ആയിരിക്കും കിട്ടുക. ആൻഡ് സി ഡബിൾ ബോണ്ടോടോ CH3 ഇവിടെ ഉണ്ടാകും. ഓക്കെ, സി ഡബിൾ ബോണ്ടോടോ CH3 അവിടെ ഉണ്ടാകും. അതിനൊപ്പം എന്തുകൂടി ഫോം ചെയ്യും? മെത്തൈൽ ഗ്രൂപ്പ് OH. റെഡി? ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു മോളിക്യൂൾ വാട്ടർ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ ബോണ്ട് ക്രിയേറ്റഡ് ആകും. സി ഡബിൾ ബോണ്ടോടോ CH3 ഇവിടെ ഉണ്ടാകും. മെത്തൈൽ ഗ്രൂപ്പ് ഇവിടെ ഉണ്ടാകും. ഇത് തന്നെയല്ലേ തന്നിരിക്കുന്നത്? അപ്പൊ മക്കളെ 4ൽ നിന്നും ഇതേ പ്രൊഡക്റ്റ് കിട്ടും. അപ്പൊ 2 ആൻസർ കറക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ NTA ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത് ബോണസ് ക്വസ്റ്റ്യൻ ആക്കി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. 2ഉം 4ഉം രണ്ടും ശരി ഉത്തരങ്ങളാണ് നമ്മുടെ 2 and 4. ഓക്കെ.